ബോർഡർ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പുറകോട്ടേക്ക് പോയിട്ട് ഈ ഡോക്യുമെൻറ്റിൽ സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ കണ്ടോ, ഈ ഡോട്ടഡ് ലൈൻ ഇവിടം വരെയാണ്. അത് നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹോം മെനുവിൽ നിന്നും കണ്ടോ, ഹോം മെനുവിൽ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, ഇതിനടുത്ത് ബോർഡേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓൾ ബോർഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ബോർഡർ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സ്റ്റൈൽ നമുക്ക് മാറ്റണമെങ്കിൽ റൈറ്റ് ബട്ടൺ, അതിന് മുകളിൽ വെച്ച് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റ് സെല്ല് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ബോർഡർ എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ബോർഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് ടൈപ്പ് ബോർഡർ ആണോ വേണ്ടത് ആ ബോർഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതാ ഇവിടെ കൊണ്ടുപോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു ബോർഡർ, ഏത് ബോർഡറാണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ ബോർഡർ ഇതിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ആ ബോർഡർ നമുക്ക് വേണ്ട, ബോർഡറേ വേണ്ട എന്നുണ്ടെങ്കിൽ ആ ബോർഡറിൻ്റെ മുകളിൽ വെറുതെ ഒന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ബോർഡർ പോകും. ഇപ്പോൾ ഇവിടെ ഈ ബോർഡർ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് ഈ നടുക്കത്തെ ബോർഡർ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതാ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫായി കിട്ടും. എനിക്കിപ്പോൾ എല്ലായിടത്തും ബോർഡേഴ്സ് വേണം, അതുകൊണ്ട് തന്നെ ഞാനത് സെലക്ട് ചെയ്യണു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ബോർഡർ ഈ കോളങ്ങൾക്ക് വന്നതായിട്ട് കാണാം. ഇനി ഇതിനെ പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിൻ്റ് പ്രിവ്യൂവിൽ ഫയൽ, പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ പ്രിൻ്റ് പ്രിവ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഡോട്ടഡ് ആയിട്ടുള്ള ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ബോർഡർ വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.